കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിശിഷ്യ CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന ഖ്യാതി പിണറായി വിജയന് നേടിക്കൊടുക്കുവാൻ വേണ്ടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് വേണം MV ഗോവിന്ദന്റെ സമകാലീന സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കുന്ന ഇടതുപക്ഷ മുഖ്യമന്ത്രി എന്ന പേരും പെരുമയും പിണറായി വിജയന് സ്വന്തമായി ചാർത്തി കൊടുക്കുവാനുള്ള ഒരുക്കത്തിലാണ് MV ഗോവിന്ദൻ എന്നാണ് തോന്നുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടി നാണം കെട്ട് നാറി നിൽക്കുന്ന CPM-ന് ഇനി ജനങ്ങൾക്കിടയിലേക്ക് ഒരു തിരിച്ചുവരവ് സുസാധ്യമല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ, അഥവാ ഇനി ജനങ്ങൾ ഒരു കാരണവശാലും CPM-ന്റെ വാക്കുകൾ വിശ്വസിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണോ MV ഗോവിന്ദന് ഇപ്പോൾ ഹാലിളകിയ മട്ടിലാണ് അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ അവലോകന യോഗങ്ങൾ ബൂത്ത് തലം മുതൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി വരെ ചേരുകയുണ്ടായി. എല്ലാ കമ്മിറ്റികളിലും ഒരേ ഒരു ഉത്തരം മാത്രമാണ് ഉരുത്തിരിഞ്ഞു വന്നത്, അല്ലെങ്കിൽ ഒരേ ഒരു ആരോപണം മാത്രമാണ് ഉരുത്തിരിഞ്ഞു വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും മന്ത്രിമാരുടെ കെടുകാര്യസ്ഥതയും മനുഷ്യത്വമില്ലായ്മയും തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത് എന്നുള്ള ഒരു വികാരമാണ് ബൂത്ത് കമ്മിറ്റിയിലും പഞ്ചായത്ത് കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും അങ്ങ് കേന്ദ്ര കമ്മിറ്റിയിലും ഉണർന്നു വന്ന ആരോപണങ്ങൾ. ഇത്തരം ആരോപണങ്ങളെ ചെറുക്കുവാനായി പിണറായി വിജയനോ അല്ലെങ്കിൽ പിണറായി വിജയനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പിണറായിസ്റ്റുകൾക്കോ സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വിശേഷത. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിനും ഏതാണ്ട് 20 ലക്ഷം മുതൽ 60 ലക്ഷം വരെ വോട്ടുകളുടെ ചോർച്ചയുണ്ടായതിനും പ്രധാനമായ കാരണമായി ചില ആളുകൾ കണ്ടെത്തുന്നത് ഒരു പ്രബല സമുദായത്തിന്റെ, അതും SNDP സമുദായത്തിന്റെ പിന്മാറ്റമാണ്. CPM-ന്റെ എക്കാലത്തെയും N ബ്ലോക്ക് വോട്ടുകളായിരുന്ന അടിയുറച്ച വിശ്വാസികളായിരുന്ന SNDP-ക്കാർ CPM-ൽ നിന്ന് കൂട്ടത്തോടുകൂടി മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയോ അല്ലെങ്കിൽ SNDP സമുദായത്തിന്റെ വോട്ടുകൾ മറ്റു രാഷ്ട്രീയ സംഘടനകൾക്ക് മറിച്ചു കൊടുക്കുകയോ ചെയ്തതിന്റെ പേരിലാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് ദയനീയമായ പരാജയം ഉണ്ടായത് എന്നുള്ള കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല, ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് കേരളത്തിൽ സാധാരണക്കാർക്ക്, അതായത് ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്ക് കഴിഞ്ഞു പോകാൻ പറ്റാത്ത തരത്തിലാണ് പിണറായി വിജയൻ ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തിയത് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സാധാരണക്കാരായ ഹൈന്ദവ ന്യൂനപക്ഷത്തിനും ഹൈന്ദവർക്കും കഴിഞ്ഞുകൂടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും പിണറായി വിജയൻ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് സിംഹാസനം ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി നടത്തുന്ന തന്ത്രങ്ങൾ സാധാരണക്കാരായ ആളുകളെ ഈ പാർട്ടിയിൽ നിന്നും അകറ്റി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. LDF വരും, എല്ലാം ശരിയാകും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ച ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ തുടർച്ചയായി അധികാരത്തിൽ വന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാർ കെടുകാര്യസ്ഥതയുടെ ധൂർത്തിന്റെയും അടയാളങ്ങളായിരുന്നു, ചിഹ്നങ്ങളായിരുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ ഇനിയിപ്പോൾ കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് യാതൊരു ആവശ്യവുമില്ല, അല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളിൽ നിന്നും അകന്നുപോയ വോട്ടുകൾ ഏത് വിധേനയും സ്വാംശീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ട CPM-ഉം ഇടതുപക്ഷവും ഇപ്പോൾ ആകെ വിറളി പിടിച്ചു നിൽക്കുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയായ CPI ഇപ്പോൾ LDF വിട്ടുപോകാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസുമായി ചില നീക്കുപോക്കുകൾക്ക് അവർ തയ്യാറെടുക്കുന്നു എന്നുള്ള അണിയറ വർത്തമാനം വരുമ്പോൾ അത് CPM-നെ കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനെ മറികടക്കുവാൻ വേണ്ടി ഇപ്പോൾ സമുദായങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഹൈന്ദവ സംഘടനകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അമ്പലങ്ങളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടും CPM പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. തങ്ങൾക്ക് നഷ്ടമായ 20 ലക്ഷം മുതൽ 60 ലക്ഷം വരെയുള്ള വോട്ടുകൾ ഏത് വിധേനയും തിരിച്ചു പിടിക്കുക, പാർട്ടിയുടെ വിശ്വാസ്യത ജനങ്ങളിൽ നിന്നും വീണ്ടെടുക്കുക, ജനങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി CPM പ്രവർത്തിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ ഏത് വിധേനയും ഒതുക്കുക, അല്ലെങ്കിൽ CPM-ന്റെ അന്തകനാണ് പിണറായി വിജയൻ, CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന ചില സൂചനകൾ നൽകുന്ന മട്ടിലാണ് ഇപ്പോൾ MV ഗോവിന്ദന്റെ
പ്രവൃത്തികൾ. SNDP സമുദായമാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ പരാജയത്തിലേക്ക് നയിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ SNDP-യുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനെയും വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയായ SNDP വനിതാ വിങ്ങിന്റെ മേലധ്യക്ഷ കൂടിയായ പ്രീതി നടേശനെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ MV ഗോവിന്ദൻ ചില കരുക്കൾ നീക്കിയിരിക്കുന്നത്. മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളിലേക്ക് CPM-ന്റെ അടിയുറച്ച വോട്ടുകൾ പോകുന്നതിന് കാരണക്കാരായി നിന്നത് വെള്ളാപ്പള്ളി നടേശനും വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയായ പ്രീതി നടേശനും ആണ് എന്നുള്ളതാണ് MV ഗോവിന്ദൻ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത്. ആലപ്പുഴയുടെ പരിസര പ്രദേശങ്ങളിൽ നടന്ന RSSുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ പ്രീതി നടേശൻ പങ്കെടുത്തെന്നും പ്രീതി നടേശൻ അവർക്ക് ആശംസ അർപ്പിച്ചും എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് അതിലുള്ള പ്രതികരണം എന്ന രീതിയിലാണ് MV ഗോവിന്ദൻ ഇത്തരത്തിൽ പ്രീതി നടേശനെതിരെ ആഞ്ഞടിച്ചത്. ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ എപ്പോഴും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ്. ഈഴവ സമുദായം ഒരു കാരണവശാലും ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല. മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളിലേക്ക് ഈഴവ സമുദായാംഗങ്ങൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ ദ്യോതിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ അടിവരയിട്ട് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു MV ഗോവിന്ദന്റെ ചില പ്രസ്താവനകൾ. ഇത് വെള്ളാപ്പള്ളി നടേശനെയും പ്രീതി നടേശനെയും SNDP-യുടെ അണികളെയും ആകെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു. അവർക്ക് ഈ വിഷയത്തിൽ തെല്ലൊന്നുമല്ല അസ്വാരസ്യം ഉണ്ടായിരിക്കുന്നത്. അതെന്ത് തന്നെയായാലും ഏത് വിധേനയും നഷ്ടപ്പെട്ട ജനസ്വീകാര്യത വീണ്ടെടുക്കുവാൻ വേണ്ടി ജനങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി പിണറായി വിജയനും ഇടതുപക്ഷവും കിണഞ്ഞ് ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഈ മട്ടിലുള്ള പ്രസ്താവനകൾ നടത്തി കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഇടതുപക്ഷത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ തന്നെയാണ്. ഈഴവ സമുദായം SNDP സമുദായം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അവസരത്തിലാണ് തലമറന്ന് എണ്ണ തേക്കുന്ന വിധത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം മുൻനിർത്തിക്കൊണ്ട് ഈഴവ സമുദായത്തെ കടന്നാക്രമിച്ചുകൊണ്ടും SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനെയും വെള്ളാപ്പള്ളി നടേശന്റെ പത്നിയായ പ്രീതി നടേശനെയും MV ഗോവിന്ദൻ മാഷ് കടന്നാക്രമിച്ചിരിക്കുന്നത്. ഇതിന് കൃത്യമായി തന്നെ വെള്ളാപ്പള്ളി നടേശൻ മറുപടി നൽകിയിട്ടുണ്ട്. മുഖം കൊള്ളാത്തതിന് കണ്ണാടി തല്ലിപ്പൊളിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചത്. അതായത് അവനവന്റെ ചെയ്തികൾ നല്ലതല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ കക്ഷികൾക്കും ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും. അതിന്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ LDFന് കിട്ടിയിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയനായിരിക്കും കേരളത്തിൽ CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രി. പിണറായി വിജയനായിരിക്കും കേരളത്തിൽ CPM-ന്റെ അന്തകൻ എന്നുള്ള ഒരു വിളംബരം ഓതുന്ന തരത്തിലാണ് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ഓരോ പ്രവൃത്തികളും. ഫലത്തിൽ ഹൈന്ദവ സംഘടനകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അമ്പലങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് അവയുടെ പ്രവർത്തനങ്ങളെല്ലാം ഇടപെട്ട് തങ്ങൾക്ക് നഷ്ടമായ വോട്ടുകൾ വീണ്ടും സ്വാംശീകരിച്ച് ഇടതുപക്ഷത്തിനെ ഭരണത്തിലേറ്റാം അല്ലെങ്കിൽ ഭരണത്തിൽ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന MV ഗോവിന്ദന് കാലിടറിയിരിക്കുന്നു. കാലിടറിയതാണോ അത് പിണറായി വിജയന് മനഃപൂർവ്വം MV ഗോവിന്ദൻ ഒരു പണി കൊടുക്കുന്നതാണോ എന്നുള്ളത് അറിയാൻ സാധിക്കില്ല. എന്തായാലും MV ഗോവിന്ദന്റെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കുകളും പിണറായി വിജയന്റെ തലയിലേൽക്കുന്ന വലിയ അടികളായി മാറിയിരിക്കുന്നു. CPM-ന്റെ നെഞ്ചിലേക്കുന്ന വലിയ അടികളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്.